രാജ്യത്ത് കറൻസി പിൻവലിക്കൽ മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ കൂടുതലായി അനുഭവിക്കുന്നത് സാധാരണക്കാരാണെന്ന് ജനതാദൾ യു ദേശീയ സെക്രട്ടറി MV ശ്രേയാംസ്കുമാർ പറഞ്ഞു. ഇന്ത്യയിൽ കള്ളപ്പണം ധാരാളമുണ്ട്. അതിന്റെ സ്വാധീനം കുറയ്ക്കുക എന്നത് നല്ലൊരു കാര്യമാണ്. എന്നാൽ പുതിയ നോട്ടുകൾ തന്നെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണമായി ഇപ്പോൾ പുറത്തുവരുന്നു. അത് സൂചിപ്പിക്കുന്നത് കറൻസി പിൻവലിക്കൽ മൂലം വിചാരിച്ച തരത്തിലുള്ള ഒരു വിജയം ഈ പദ്ധതിക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നാണ്. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ ആരംഭിച്ച ജനതാദൾ യു തൃശൂർ ജില്ലാ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് ഉദ്ദേശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. കാരണം ഇന്ത്യയിൽ കള്ളപ്പണം ധാരാളമുണ്ട്, അഴിമതികൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ പുതിയ നോട്ടുകൾ തന്നെ കോടിക്കണക്കിന് രൂപ കള്ളപ്പണമായി ലഭ്യമാണ്. അത് സൂചിപ്പിക്കുന്നത് വിചാരിച്ച തരത്തിലുള്ള ഒരു വിജയം ഈ ഒരു പദ്ധതിക്ക് നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. എന്നാൽ അത് മറച്ചുവെച്ചുകൊണ്ട് ഇതിന്റെ പേരിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന നിലപാടുകൾ സംസ്ഥാന സർക്കാർ എടുക്കുന്നു. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അത് വാസ്തവമാണ്. അതിന്ന് തുടങ്ങിയതൊന്നല്ല, കഴിഞ്ഞ 3-4 വർഷമായി തുടങ്ങിയ കാര്യങ്ങളാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് ഇതിന്റെ പേരിൽ ഇവിടെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന നിലപാടുകളാണ് സംസ്ഥാന സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഉദ്ഘാടന യോഗത്തിന് ശേഷം സോഷ്യലിസത്തിന്റെ പുതുവഴികൾ എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി. 4 ദിവസങ്ങളിലായി നടക്കുന്ന പഠന ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഞായറാഴ്ച രാവിലെ MP വീരേന്ദ്രകുമാർ MP ഉദ്ഘാടനം ചെയ്യും. മാതൃഭൂമി ന്യൂസ്, ചാലക്കുടി.